നമ്മൾ മനുഷ്യരുടെ ആഗ്രഹങ്ങളും ചിന്തകളും വ്യത്യസ്തമാണ്. എന്നാൽ എല്ലാ മനുഷ്യരും ഒരേപോലെ ആഗ്രഹിക്കുന്ന ഒന്നാണ് തൻ്റെ ചെറുപ്പം അതേപടി നിലനിൽക്കണമെന്നുള്ളത്. നമ്മൾ പെട്ടെന്ന് വാർദ്ധക്യം പ്രാപിക്കുന്നത് ആർക്കും ഭയമുള്ള കാര്യമാണ്. നമ്മുടെ ഏജ് 3 തരമാണ്. 1 കലണ്ടർ ഏജ്, 2 ബയോളജിക്കൽ ആൻഡ് ഫിസിക്കൽ ഏജ്, 3 സൈക്കോളജിക്കൽ ഏജ്. കലണ്ടർ ഏജ് എന്നാൽ നമ്മെ പ്രസവിച്ച ദിവസം മുതൽ ഇതുവരെയുള്ള നമ്മുടെ വയസ്സിൻ്റെ ഉത്തരമാണ്. എന്നാൽ ബയോളജിക്കൽ ആൻഡ് ഫിസിക്കൽ ഏജ് അത് നമ്മുടെ ശരീരത്തിൻ്റെ വയസ്സാണ്. അത് കലണ്ടർ ഏജിൽ നിന്നും വ്യത്യസ്തമാകാം. ചിലർക്ക് കലണ്ടർ ഏജിൽ 50 വയസ്സായാലും കണ്ടാൽ 25 വയസ്സേ തോന്നിക്കൂ. അതാണ് അവരുടെ ബയോളജിക്കൽ ഫിസിക്കൽ ഏജ്. എന്നാൽ മൂന്നാമത്തേത് സൈക്കോളജിക്കൽ ഏജ് ആണ്. ഇത് മനസ്സിന്റെ വയസ്സാണ്. ഇതും കലണ്ടർ ഏജിൽ നിന്നും വ്യത്യസ്തമാകാം. കലണ്ടർ ഏജിൽ 70 വയസ്സുള്ള ചില ആളുകളുടെ പ്രവൃത്തിയും പെരുമാറ്റവും ചുറുചുറുക്കും കണ്ടാൽ 30ഓ 40ഓ തോന്നിക്കുകയുള്ളൂ. അത് അവരുടെ മനസ്സിന്റെ വയസ്സാണ്. കലണ്ടർ ഏജിനെ നമുക്ക് വെറും അക്കങ്ങളായി മാത്രം കൂട്ടാം. നമ്മുടെ ബയോളജിക്കൽ ആൻഡ് ഫിസിക്കൽ ഏജും സൈക്കോളജിക്കൽ ഏജും ചെറുപ്പമാക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയ 8 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. മുഴുവൻ കാര്യങ്ങളും ശ്രദ്ധിച്ചു മനസ്സിലാക്കണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. നമ്മുടെ മനസ്സും ചിന്തയുമായി ബന്ധപ്പെട്ടതാണ് സൈക്കോളജിക്കൽ ഏജ്. മനസ്സിന് എപ്പോഴും സന്തോഷം നൽകുകയാണ് സൈക്കോളജിക്കൽ ഏജ് കുറക്കാൻ പ്രധാനമായും വേണ്ടത്. അതിന് ആദ്യം വേണ്ടത് ജീവിതത്തിൽ നമുക്ക് ലഭിച്ചതിൽ സംതൃപ്തരാവുക എന്നതാണ്. മറ്റുള്ളവർക്ക് ലഭിച്ചത് നോക്കി അസൂയ വെക്കാതിരിക്കുക, മറ്റുള്ളവരോട് ശത്രുത പുലർത്താതിരിക്കുക. നമ്മുടെ മാനസിക സമ്മർദ്ദങ്ങൾ നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വളരെ വലുതാണ്. അതുകൊണ്ട് മാനസിക സമ്മർദ്ദങ്ങളിൽ പെടുമ്പോൾ നല്ല സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക വഴി നല്ല ആശ്വാസം ലഭിക്കും. പ്രിയപ്പെട്ടവരുമായി ചെറിയ കുട്ടികളുമായും സമയം ചെലവഴിക്കുക. കുടുംബബന്ധം ശക്തിപ്പെടുത്തുക. നല്ല അർത്ഥവത്തായ സോഷ്യൽ നെറ്റ്വർക്ക് കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുക. നല്ല വിനോദങ്ങൾ, സാമൂഹിക പ്രവർത്തനങ്ങൾ, ചാരിറ്റി പ്രവർത്തനങ്ങൾ എന്നിവയിൽ വ്യാപൃതരാവുക വഴി സൈക്കോളജിക്കൽ ഏജ് കുറക്കാൻ സഹായിക്കുമെന്ന് തെളിയിക്കപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ചിന്തകൾ എപ്പോഴും പഠനോത്സുകമായിരിക്കണം. പുതിയ പുതിയ ടെക്നോളജികൾ, പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ക്യൂരിയോസിറ്റിയെ വളർത്തിയെടുക്കുക വഴി മനസ്സിന് എപ്പോഴും ചെറുപ്പം നിലനിർത്താൻ സാധിക്കും. നമ്മുടെ യുവത്വം പ്രസരിപ്പോടെ നിലനിൽക്കുന്നതിന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും വലുത് വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക എന്നതാണ്. നമ്മൾ പലപ്പോഴും വെറുതെ ഇരിക്കുമ്പോഴും TV കാണുമ്പോഴും എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുന്ന ശീലമുള്ളവരാണ്. പക്ഷേ അത് നമ്മുടെ ശരീരത്തെ പ്രതികൂലമായാണ് ബാധിക്കുക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതായിരിക്കണം. വിശക്കുമ്പോൾ ആദ്യം വെള്ളം കുടിക്കുക, കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക. എന്നിട്ടും വിശക്കുന്നുണ്ടെങ്കിൽ അതാണ് വിശപ്പ്, അല്ലെങ്കിൽ അത് ദാഹമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ധാന്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ എന്നിവ കൂടുതലായി ഉൾപ്പെടുത്തുക. ഓറഞ്ച്, അവക്കാഡോ, പപ്പായ, omega-3 ഫാറ്റി ആസിഡ് ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളായ മത്തി, അയില, സാൽമോൺ എന്നീ മത്സ്യങ്ങളും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ പഞ്ചസാര, ബേക്കറി, ഐസ്ക്രീം എന്നിവ വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കരിഞ്ഞ ഭാഗങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. ഗ്രിൽ ചിക്കൻ, ഷവർമ എന്നിവ പോലുള്ളവയിൽ സാധാരണയായി കരിഞ്ഞ ഭാഗങ്ങൾ കൂടുതലായി കാണാറുണ്ട്. ഈ കരി നമ്മുടെ ശരീരത്തിൽ ആർക്ലിൻ എന്ന ടോക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് നമ്മുടെ ശരീരത്തിന് പ്രായക്കൂടുതൽ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഘടകമാണ്. അതുപോലെ തന്നെ നമ്മുടെ യുവത്വം നിലനിർത്തുന്നതിന് ശരീരത്തിന് നല്ല ആൻറ്റി ഓക്സിഡുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ അത്യാവശ്യമാണ്. എല്ലാ റെഡ് കളറിലുള്ള ഫ്രൂട്ട്സുകളും വെജിറ്റബിളുകളും നമ്മുടെ ഭക്ഷണങ്ങളിൽ ധാരാളമായി ഉൾപ്പെടുത്തുക. ടൊമാറ്റോ, റെഡ് ആപ്പിൾ, വാട്ടർമെലോൺ, സ്ട്രോബെറീസ്, അനാർ എന്നിവ പോലുള്ളവയിൽ അടങ്ങിയിരിക്കുന്ന ലൈക്കോപ്പിൻ എന്ന ആൻറ്റി ഓക്സൈഡ് ഇത് സൺ ഡാമേജ് വഴി നമ്മുടെ ചർമ്മത്തിന് സംഭവിക്കുന്ന ഏജിങ് ഫാക്ടറിനെ തടയാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ വിറ്റമിൻ ഇ കൂടുതൽ അടങ്ങിയിട്ടുള്ള നട്ട്സുകൾ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുക. ബദാം, വാൾനട്ട് എന്നിവ വിറ്റമിൻ ഇയുടെ ഉറവിടമാണ്. ഇത് നമ്മുടെ ചർമ്മകോശങ്ങളെ നന്നാക്കാനും ചർമ്മത്തിൻ്റെ ഈർപ്പം നിലനിർത്താനും അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്ന് നമ്മുടെ ചർമ്മത്തെ സംരക്ഷിക്കാനും സഹായിക്കുന്നു. ദിവസവും ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങൾ നമ്മുടെ ശരീരത്തിന് യുവത്വം നിലനിർത്തി പ്രസരിപ്പും ഉന്മേഷവും നൽകാൻ സഹായിക്കുന്നു. നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ കഴിയുന്ന ചെറിയ വ്യായാമങ്ങൾക്ക് പുറമെ സൈക്ലിംഗ്, മോർണിംഗ് വാക്ക് എന്നിവയിലൂടെ നമ്മുടെ ശരീരത്തിലെ രക്തയോട്ടം ശക്തിപ്പെടുത്തുകയും ശരീരത്തിലെ ഓക്സിജന്റെ അളവ് ഉയർത്തുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറച്ച് ഹൃദയാഘാതം പോലുള്ള ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാൻ സഹായിക്കുകയും കൊളോജിന്റെ ഉൽപ്പാദനത്തിന് പ്രോത്സാഹിപ്പിക്കുക വഴി നമ്മുടെ ചർമ്മത്തെ തിളക്കമാർന്നതാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു.
ശരിയായ ഉറക്കം നമ്മുടെ ശരീരത്തിനും മനസ്സിനും നല്ല ഉന്മേഷം നൽകുന്നു. നമ്മുടെ ഉറക്കം നമ്മുടെ ശരീരത്തിൻ്റെയും ചർമ്മത്തിൻ്റെയും കേടുപാടുകൾ സ്വയം നന്നാക്കാനുള്ള സമയം നൽകുന്നു. ശരിയായ ഉറക്കത്തിലൂടെ നമ്മുടെ ശരീരം റീചാർജ് ചെയ്യുന്നതോടൊപ്പം നമ്മുടെ ചർമ്മത്തിലെ വിഷവസ്തുക്കളെ പുറന്തള്ളുകയും ചെയ്യുന്നു. നമ്മുടെ ഉറക്കത്തിലെ ആദ്യ 3 മണിക്കൂറിൽ ശരീരത്തിലെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്നും മനുഷ്യൻ്റെ വളർച്ചാ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും. പ്രായമാകുമ്പോൾ ഈ ഹോർമോൺ യുവത്വവും തിളക്കവുമുള്ള ചർമ്മത്തിൻ്റെ പരിപാലനത്തിന് അത്യാവശ്യ ഘടകമാണ്. അതിനാൽ ഉറക്കം നമ്മുടെ യുവത്വം നിലനിർത്താൻ വളരെ അത്യാവശ്യമാണ്. കഴിയുന്നതും നേരത്തെ കിടന്ന് നേരത്തെ എഴുന്നേൽക്കലാണ് ശരീരത്തിന് ഏറെ ഗുണകരം. മനുഷ്യ ശരീരത്തിൽ 70% വെള്ളമാണ്. അതിനാൽ ശരിയായ അളവിലുള്ള വെള്ളം നമ്മുടെ ശരീരത്തിൻ്റെ യുവത്വം നിലനിർത്താൻ അത്യാവശ്യ ഘടകമാണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് നമ്മുടെ ചർമ്മം. ഇതിൽ കൂടുതലും വെള്ളമാണ്. വെള്ളമില്ലാതെ നമ്മുടെ ചർമ്മത്തിന് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. ആവശ്യത്തിന് വെള്ളം ലഭിച്ചില്ലെങ്കിൽ നമ്മുടെ ചർമ്മം വരണ്ടതും ഇറുകിയതും പ്രായക്കൂടുതൽ തോന്നിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല ശരീരത്തിൻ്റെ ഓരോ ദിവസവും വലിയ അളവിൽ വെള്ളം നഷ്ടപ്പെടുന്നു എന്നതാണ് സത്യം. അത് നികത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനും ചർമ്മത്തിനും വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. നമ്മുടെ ഈർപ്പം നിലനിർത്തുന്നതിനും വിഷാംശം പുറന്തള്ളുന്നതിനും നമ്മുടെ ദഹന വ്യവസ്ഥയെ സഹായിക്കുന്നതിനും ചർമ്മത്തിൻ്റെ നിറം മെച്ചപ്പെടുത്തുന്നതിനും രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിനും ധാരാളം വെള്ളം കുടിക്കൽ അത്യാവശ്യമാണ്. ദിവസവും ചുരുങ്ങിയത് 2 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാൻ ശ്രദ്ധിക്കുക. തണുത്ത വെള്ളം ഒഴിവാക്കി റൂം ടെമ്പറേച്ചറിൽ ഉള്ളതോ ഇളം ചൂടുവെള്ളമോ കുടിക്കൽ ശീലമാക്കുക. പുകവലിയും മദ്യപാനവും പൂർണ്ണമായും ഒഴിവാക്കേണ്ടത് യുവത്വം നിലനിർത്താൻ വളരെ അത്യാവശ്യ ഘടകമാണ്. പുകവലിക്കുമ്പോൾ പുകയിലയിലെ നിക്കോട്ടിൻ നമ്മുടെ ചർമ്മത്തിലേക്ക് ഒഴുകുന്ന രക്തത്തിൻ്റെ അളവ് കുറക്കുന്നു. ഇത് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന കൊളേജിൻ്റെ ഉൽപ്പാദനത്തെ കുറക്കുകയും തന്മൂലം നമ്മുടെ ചർമ്മത്തിൻ്റെ ഇലാസ്റ്റികതയെ ബാധിക്കുകയും ചെയ്യുന്നു. ഇത് നമുക്ക് പ്രായക്കൂടുതൽ തോന്നിക്കാൻ കാരണമാകുന്നു. അതുപോലെ തന്നെ മദ്യം നമ്മുടെ ചർമ്മത്തിൽ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ പ്രത്യാഘാതങ്ങളിൽ ഒന്നാണ് നിർജ്ജലീകരണം. ഇതുവഴി നമ്മുടെ ചർമ്മത്തിലെ ചുളിവുകളും സുഷിരങ്ങളും കൂടുതൽ ദൃശ്യമാവുകയും ചർമ്മത്തിൻ്റെ സ്വാഭാവികതയും ആരോഗ്യകരവുമായ തിളക്കവും നഷ്ടപ്പെടുകയും ചെയ്യുന്നു. നമ്മുടെ ശാരീരികവും മാനസികവുമായ സമ്മർദ്ദം കുറക്കാൻ ഏറെ സഹായിക്കുന്ന ഒന്നാണ് യോഗ. ദിവസവും കുറച്ചുനേരം യോഗ ചെയ്യുന്നവർക്ക് ശരീരത്തിന് നല്ല ഫ്ലെക്സിബിലിറ്റിയും രക്തയോട്ടവും വർദ്ധിക്കുന്നതോടൊപ്പം മനസ്സിന് നല്ല ഉന്മേഷവും ലഭിക്കുന്നു. എന്നാൽ മുസ്ലിങ്ങൾ ദിവസവും 5 നേരം പ്രാർത്ഥിക്കുന്നവരാണ്. മുസ്ലിങ്ങളുടെ പ്രധാന പ്രാർത്ഥനയായ നിസ്കാരം സ്വല എന്ന് പറയുന്നു. ശരീരത്തിനും മനസ്സിനും നല്ല ആത്മീയ മുഹൂർത്തങ്ങൾ നൽകുന്നതാണ് സ്വല. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നിസ്കാരത്തിൽ ചലിക്കപ്പെടുന്നു. നിരവധി ചലനങ്ങളും ശാരീരിക ഭാവങ്ങളും അടങ്ങിയതാണ് സ്വല. സ്വലായുടെ സമയത്ത് ഒരു മുസ്ലിം ജീവിതത്തിൻ്റെ എല്ലാ ശ്രദ്ധയും ഉപേക്ഷിച്ച് തൻ്റെ രക്ഷിതാവിങ്കിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതുവഴി മനസ്സും ശരീരവും ശാന്തമാവുകയും മാനസിക സമ്മർദ്ദത്തിന് നല്ല ആശ്വാസം ലഭിക്കുകയും ചെയ്യുന്നു. നമസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശാരീരിക ഭാവമാണ് പ്രോസ്ട്രേഷൻ അഥവാ സുജൂദ്. ഇതിൽ നെറ്റിത്തറയിൽ വെച്ചുള്ള ഭാവമാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ തല ഹൃദയത്തേക്കാൾ താഴ്ന്നു വരികയും അതിനാൽ രക്തം പൂർണ്ണ ശക്തിയോടെ തലച്ചോറിലേക്ക് ഒഴുകുകയും തലച്ചോറിന് കൂടുതൽ പോഷണം ലഭിക്കുകയും ചെയ്യുന്നു. തന്മൂലം മെമ്മറി, കാഴ്ച, കേൾവി, ഏകാഗ്രത തുടങ്ങിയ മാനസിക വൈജ്ഞാനിക കഴിവുകളിൽ ഏറെ മെച്ചപ്പെടുകയും ചെയ്യുന്നു. ദിവസവും നമസ്കരിക്കുന്ന ഒരു മുസ്ലിമിന് ശാരീരിക മാനസിക അവസ്ഥ ഏറെ മെച്ചപ്പെടുമെന്നും ശരീരത്തിലെ ഗ്രന്ഥികളുടെ സ്രവവും ശരീരത്തിലെ രക്തപ്രവാഹവും ഏറെ മെച്ചപ്പെടുത്തുമെന്നും തെളിയിക്കപ്പെട്ട വസ്തുതയാണ്. ദിവസവും 5 നേരം ശരിയായ രീതിയിൽ നമസ്കരിക്കുന്ന ഒരു മുസ്ലിമിന് മറ്റ് വ്യായാമങ്ങൾക്ക് പകരം അത് തന്നെ ധാരാളം മതി. നമ്മുടെ ആരോഗ്യവും യുവത്വവും സൗന്ദര്യവും ഒരേപോലെ നിലനിർത്താനുള്ള ഏറ്റവും നല്ല ട്രഡീഷൻ ആയുർവേദ ആചാര്യന്മാരുടെ കാലം മുതലേ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു മരുന്നാണ് ത്രിഫല. നെല്ലിക്ക, താന്നിക്ക, കടുക്ക എന്നീ 3 ആയുർവേദ ഫലങ്ങൾ ചേർന്നുള്ള മിശ്രിതമാണ് ത്രിഫല. ത്രിഫലയിലൂടെ നമുക്ക് ലഭിക്കുന്ന ആരോഗ്യ ഗുണങ്ങൾ ഒട്ടനവധിയാണ്. ത്രിഫല ഒരു നാച്ചുറൽ ആൻറ്റി ഓക്സിഡൻ്റാണ്. നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഏറെ സഹായിക്കുന്നതിനോടൊപ്പം ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനും പ്രമേഹം, നേത്രരോഗങ്ങൾ, ചർമ്മരോഗങ്ങൾ, രക്തശുദ്ധീകരണം, അമിതവണ്ണം, ദഹനക്കുറവ്, ശോധനക്കുറവ്, ഗ്യാസ് ട്രബിൾ,
അസിഡിറ്റി, അകാല വാർദ്ധക്യം എന്നിങ്ങനെയുള്ള ഒട്ടനേകം രോഗങ്ങൾക്കുള്ള ഒരു ദിവ്യൌഷധമാണ് ത്രിഫല. നല്ലൊരു ആൻറ്റിബയോട്ടിക് ഗുണം ശരീരത്തിന് നൽകുന്നതാണ് ത്രിഫല. രക്തം ശുദ്ധീകരിച്ച് ശരീരത്തിലെ ടോക്സിനുകൾ നീക്കം ചെയ്ത് വയറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തി ശരീരത്തിന് ആവശ്യമായ പോഷണങ്ങൾ നൽകി ആരോഗ്യവും ചെറുപ്പവും സൗന്ദര്യവും നൽകുന്ന ത്രിഫലയുടെ ആരോഗ്യ ഗുണങ്ങൾ ശരിക്കും മനസ്സിലാക്കിയാൽ ഒരു ദിവസം പോലും നമുക്കത് ഉപയോഗിക്കാതിരിക്കാൻ കഴിയുകയില്ല.